ന്യൂട്രിചാർജ് ബയോ ഏജിനെ കുറിച്ചാണ്. ബയോ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായകൽപ്പത്തിന് തുല്യമാണ്. കായകൽപ്പം എന്താണ്? കായകൽപ്പം പ്രായമുള്ള ആൾക്കാരെ ഒരു പ്രത്യേക ആയുർവേദ ചികിത്സകളിലൂടെ ചെയ്ത് ചെറുപ്പമാക്കുന്ന ഒരു സിസ്റ്റമാണ്. പണ്ട് കാലങ്ങളിൽ ഈ ഇതൊക്കെ നടന്നിരുന്ന ഒരു ഇതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന് തുല്യമാണ് നമ്മളുടെ ഈ ബയോ ഏജ് എന്ന് പറയുന്നത്. കടയില് ആരും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന ഒരു ന്യൂട്രീഷൻ ഫുഡാണ്. പക്ഷെ ഇതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരുപാട് മദ്യപാനികള് അതുപോലെ പുക വലിച്ച് നടക്കുന്ന വിഷാംശമൊക്കെ ശരീരത്തിലേക്ക് കയറിയേക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാല് അവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അത്ര നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് നമ്മളുടെ ന്യൂട്രിചാർജ് ബയോ ഏജ്. ഇതെല്ലാവരും വർഷത്തിലൊരു 3 മാസം ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറയും. നമ്മുടെ ന്യൂട്രിചാർജ് ട്രെയിനർ സുരേഷ് സാർ പറയും ദിവസം രാത്രി കഴിച്ചോളാനാണ് പറയുന്നത്. കാരണം അത്രയും നമ്മളുടെ ശരീരം ശുദ്ധമാകും. അതായത് നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചാലും നമ്മൾ വാഷ് ബേസിന് ചെന്നിട്ട് ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ട് കൈയൊക്കെ കഴുകി വൃത്തിയാക്കും. കൈ കഴുകി വൃത്തിയാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ കഴുകി വൃത്തിയാക്കാൻ നമുക്ക് പറ്റില്ല. പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ആകെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ നമ്മുടെ ശരീരത്തിനകത്തുള്ള അവയവങ്ങളിൽ പറ്റിക്കൂടിയിരിക്കുന്ന വിഷാംശങ്ങളെയൊക്കെ നീക്കം ചെയ്യാനും ഒക്കെയായിട്ട് ഏറ്റവും പറ്റിയ ഒരു സാധനമാണ് ഈ ന്യൂട്രിചാർജ് ബയോ ഏജ്. നമുക്ക് ബയോ ഏജിലേക്ക് പോകാം. ഇതിൽ അടങ്ങിയിരിക്കുന്നത് 72ഓളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആയുർവേദ കൂട്ടുകളും എല്ലാം കൂടിയായിട്ട് 72ഓളം. നമുക്ക് കുറച്ച് നമുക്ക് പ്രൊഡക്റ്റുകൾ അതിൽ അടങ്ങിയിരിക്കുന്ന കുറച്ച് ഉൽപ്പന്നങ്ങളെ നമുക്ക് പരിചയപ്പെടാം. മിൽക്ക് തിസിൽ എന്ന് പറഞ്ഞ ഒരു ചെടിയുടെ സത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഡാൻഡിലിയൻ ഇല, പിന്നെ മുരിങ്ങ, പിന്നെ സീബക്ക് തോൺ, ജീരകം, അലോവേര അടങ്ങിയിട്ടുണ്ട്. ഇനിയുണ്ട് കൂവളം, നെല്ലിക്ക, വേപ്പ്, മഞ്ഞള്, തുളസി, തിപ്പലി, കുരുമുളക്, ഇഞ്ചി, ഇനിയുണ്ട് ഗ്രീൻ ടീ, വെളുത്തുള്ളി, മല്ലി, കറുവപ്പട്ട, ഇരട്ടിമധുരം, പുതിന, മാതളം, ചിറ്റമൃത്, അശ്വഗന്ധം, വാഴപ്പഴം, പാവയ്ക്ക, മത്തങ്ങ വിത്ത്, മുന്തിരി, പിസ്ത, അവോക്കാഡോ, റോസ്മേരി, അയമോദകം, കരിങ്ങാലി, ബോസല്ലിയ, ശതാവരി, ബ്രാഹ്മി, കുടങ്ങൽ, ലെമൺ ഗ്രാസ്, ഏലക്ക, പെരിഞ്ജീരകം, ജിംനിമ, അതും ഒരു ചെടിയാണ് ജിംനിമ, കബി കച്ചു, സേജ്, ഞാവൽ, ചെണ്ടുമല്ലി, അർജുന. അങ്ങനെ ഇത്രയും എന്താ പറയുക ഔഷധക്കൂട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും 72 അടങ്ങിയിട്ടുണ്ട്. അതിലൊരു 45 എനിക്ക് കിട്ടി അതിന്റെ വിവരം. അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ. ഇതിനകത്ത് പിന്നടങ്ങിയിരിക്കുന്ന ദഹന എൻസൈമുകള് അമേലോസ്, ലിപ്പേസ്, ലാക്ടേസ്, സെല്ലുലോസ്, പപ്പൈൻ,
പ്രോട്ടിയാസസ്, ഡയാനസസ്, ഇൻവെർട്ടേഴ്സ്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പ്രധാന ഗുണങ്ങളാണ് ഇനി അറിയേണ്ടത്. ദഹനശേഷി മെച്ചപ്പെടുത്തുവാനായിട്ട് സഹായിക്കുന്നു, വയറിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നു, നല്ല ബാക്ടീരിയ വളരാൻ സഹായിക്കുന്നു, ലിവർ വൃത്തിയാക്കുന്നു, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, ആന്റി ഓക്സിഡന്റുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി ചെറുപ്പമാവും ഇത് മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ആദ്യമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക്, ചില ആളുകൾക്ക് ഈ അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ ചൊറിഞ്ഞു പൊട്ടൽ പോലെയൊക്കെ വരും. കാരണം വെച്ചാൽ ഞാൻ അഴുക്കൊക്കെ ശരീരത്തിൽ നിന്ന് പോകുന്നതാണ്. അത് കണ്ടൊന്നും പേടിക്കണ്ട. അത് ശരീരത്തിൽ അഴുക്ക് പുറത്തേക്ക് പോകുന്നതാണ്. ഇത് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ ലിവറൊക്കെ ഭയങ്കര വൃത്തിയാവും. ഒരു ദിവസം 1 മിനിറ്റിൽ 500-ലധികം പ്രവർത്തികൾ ലിവർ ചെയ്യണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആ ലിവറിന് നല്ല ആരോഗ്യം കൊടുക്കാനൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയും. ആർക്കൊക്കെ ഇത് ഉപയോഗിക്കാം? ദഹന പ്രശ്നമുള്ളവര് കേട്ടോ, ഗ്യാസ് അസിഡിറ്റി ഉള്ളവര്, ജങ്ക് ഫുഡ് കൂടുതലായി കഴിക്കുന്നവര്, അതായത് പുറമെ കടകളിൽ പോയിട്ടൊക്കെ ചപ്പചവറന്നൊക്കെ വലിച്ചു വാരി കഴിക്കുന്ന ആൾക്കാർ, 50 വയസ്സിന് മുകളിലുള്ളവര്, പിന്നെ ലിവറിന്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്നവര്, പ്രത്യേകിച്ച് മദ്യപാനികൾക്കൊക്കെ, പുകവലിക്കുന്നവർക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് പോരാം. മദ്യം, പുകവലിയിലൊക്കെ അടിമപ്പെട്ട് കിടക്കുന്നവരെ നിർത്തണം, എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന മദ്യപാനികളും പുകവലിക്കാരുണ്ടാവും. അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് കൊടുക്കാം കേട്ടോ. ഇത് രാത്രി ഭക്ഷണത്തിന് ശേഷം നമുക്കിത് ഒരു ക്യാപ്സൂള് കിടക്കാൻ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്തത് ന്യൂട്രിചാർജ് ഗെയിനർ. ശക്തിയും ആരോഗ്യവും തരാൻ വേണ്ടി, മസിലുകൾക്കൊക്കെ നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇതിനകത്തും അടങ്ങിയിരിക്കുന്നത് അശ്വഗന്ധ, ശതാവരി, വിഭാരികണ്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്, സഫേദ് മുസ്ലി, കൗഞ്ച് ബീജ്, ഗോക്ഷുര, ഇഞ്ചി, പിപ്പലി, കുരുമുളക്, ജീരകം, ഏലക്കായ, കറുവപ്പട്ട, ഇങ്ങനെ ഉള്ള ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ശതാവരിയൊക്കെ നല്ല മസിലുകൾക്കൊക്കെ നല്ല ബലം കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പൊ ഇത്രയും ആയുർവേദ കൂട്ടുകൾ ഇതിനകത്ത് ഈ ഗെയിനറിൽ അടങ്ങിയിട്ടുണ്ട്. പോഷക ഘടകങ്ങൾ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫൈബർ, എനർജി, അങ്ങനെയൊക്കെയുണ്ട്. സാധാരണയായി ഉപയോഗിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. ഇത് ശരിക്കും നമ്മൾ ഈ കല്യാണമൊക്കെ കഴിക്കാൻ തയ്യാറെടുത്തെടുക്കുന്ന മെലിഞ്ഞ പെൺകുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് ഈ ഗെയിനറും സ്ട്രോബെറി പ്രോട്ടീൻ പൗഡറും നമ്മുടെ ന്യൂട്രിചാർജ് വുമണും ഒമേഗ-3യും ഇതൊരു കൂട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഇത്തിരി പുഷ്ടിമയും നല്ല തെളിച്ചവും നല്ല എന്താ പറയണേ, ഒരിത്തിരി നല്ല ഭംഗിയൊക്കെ വർദ്ധിക്കും. ഈ ഒരു 4 കൂട്ടം ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഗെയിനർ കൊടുത്തു കഴിഞ്ഞാൽ, ഗെയിനറിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഞാനത് സ്ഥിരം കഴിക്കാറുണ്ട്. അടിപൊളി സാധനമാണ്. നമുക്കൊരു എപ്പോഴും നമ്മൾ എനർജി ആയിട്ടിരിക്കും, ഒരു ക്ഷീണം നമുക്ക് ഉണ്ടാവില്ല, എവിടെയും നമുക്ക് ഓടിച്ചാടി നടക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളൊരു ഗുണമുണ്ട് ഇതിന് കേട്ടോ. ശരീരഭാരം അമിതമായിട്ട് ശരീരഭാരം വർദ്ധിക്കില്ല. കറക്റ്റ് ആവശ്യത്തിന് ആ ശരീരത്തിന് ഉള്ള ആ പ്രായത്തിനനുസരിച്ചുള്ള നല്ലൊരു പൊലിമ കിട്ടും, നല്ലൊരു ഭംഗി കിട്ടും. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു ടീമിന് നമ്മളിത് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു 3-4-5 മാസം അടുപ്പിച്ച് അവരെ കൊണ്ട് ഇത് കഴിപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ കല്യാണ പ്രായമൊക്കെ ആയിട്ടുള്ള പെൺകുട്ടികൾ, ഞാൻ അങ്ങനെ കുറച്ച് പേർക്ക് ഞാനിത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോളിലാണ് ഞാനിത് പരീക്ഷിച്ചത് ആദ്യം.
എൻ്റെ മോള് വളരെ സ്കെൽട്ടായിരുന്നു. അവൾക്ക് ഇത് കൊടുത്ത് അവളെ ഒരു വലിമയാക്കി എടുത്ത് ഇത് വെച്ചിട്ടാണ്. പിന്നെ ദൗർബല്യം കുറയ്ക്കാൻ, ഊർജവും സ്റ്റാമിനയും വർദ്ധിപ്പിക്കാൻ, മസിൽ ഹെൽത്തിന്. ഇപ്പം പിന്നെ ഇത് കൂടാതെ ഇത് ഈ ജിമ്മിലൊക്കെ പോണ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ജിമ്മിൽ പോണ അവർക്ക് ഇതും പ്രോട്ടീൻ പൗഡറും നമ്മുടെ ഒമേഗ-3 ഒക്കെ കൊടുക്കാം. ജിമ്മിൽ പോകുന്ന ആൾക്കാർക്കും ഇതുപോലെ തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം കേട്ടോ. ന്യൂട്രിചാർജ് ഗെയിനറിൽ ഏത്തപ്പഴം കൂടി അടങ്ങിയിട്ട് ദഹനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. നെല്ലിക്കയുടെ അടങ്ങിയിട്ടുണ്ട്, ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റ്. പിന്നെ ഈന്തപ്പഴം പോലെയുള്ള അടങ്ങിയിട്ടുണ്ട്, ആപ്പിൾ അടങ്ങിയിട്ടുണ്ട്, മറ്റേ ആൽമോണ്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉണക്കിയ മുന്തിരി ഉണക്കിയത് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഉഷാറായിരിക്കും. പിന്നെ ഇനി അടുത്തതാണ് ഗ്ലൈസം പ്രോഡക്റ്റ്. ഗ്ലൈസം പ്രോഡക്റ്റ് അറിയാലോ എല്ലാവർക്കും. ഈ ഷുഗറിനെയൊക്കെ നിയന്ത്രിക്കാനാണ് കേട്ടോ. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ: മാങ്ങയുടെ മാവ് എന്നാണ് എഴുതിയേക്കണം, മാങ്ങ. ഗുർമാർ, അത് എന്താണ്ട് ഒരു ചെടിയാണത്. നെല്ലിക്ക, പൂവളം, പൂവളത്തിൻ്റെ കായാണ് അടങ്ങിയത് കേട്ടോ. പാവയ്ക്ക, ഇന്ത്യൻ കിനോ, ഇരട്ടിമധുരം, അമൃതവള്ളി, ഞാവല്, തിപ്പലി, കുരുമുളക്, ഇഞ്ചി. ഇത്രയും സാധനമൊക്കെ നമ്മുടെ ഗ്ലൈസം പ്രോഡക്റ്റിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗ്ലൈസം പ്രോഡക്റ്റിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്തോളാം. പിന്നെ ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഈ ഗ്ലൈസം പ്രോഡക്റ്റിൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. മധുരം കഴിക്കാനുള്ള ആഗ്രഹം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇൻസുലിൻ സ്രവണം ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഗ്ലൂക്കോസ് ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് പഞ്ചസാരയാകുന്ന വേഗം കുറയ്ക്കാൻ സഹായിക്കുന്നു. പോഷകങ്ങൾ ശരീരത്തിൽ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. ഇത് ബ്ലഡ് ഷുഗർ ലെവലാണ് സാധാരണ മനുഷ്യൻ്റെ നോർമൽ. ഇതിൻ്റെ കണക്ക് ഈ ബ്ലഡ് ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. HbA1c 5.7% താഴെ വേണം നോർമൽ സ്റ്റേജിൽ. FBG 100 mg/dl താഴെ വേണം. ഭക്ഷണത്തിന് ശേഷം 140 താഴെ വേണം. പ്രീ ഡയബറ്റീസ് 5.7% 6.4% വേണം. ഇതിൻ്റെ കണക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിനെക്കുറിച്ച് അറിയാൻ വലിയൊരു വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജെൻസി മാഡത്തിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. പ്രീ ഡയബറ്റീസ് വരാൻ സാധ്യത കൂടുതലുള്ളവർ താഴെ പറയുന്ന കാര്യങ്ങളിൽ 4-ൽ കൂടുതലുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. വ്യായാമക്കുറവ്, കൊളസ്ട്രോള് കൂടുതലുള്ളവർ, അമിതവണ്ണം, ഹൈ ബ്ലഡ് പ്രഷർ, ഗർഭകാലത്ത് ഷുഗർ ഉണ്ടായിരുന്നവർ, കുടുംബത്തിൽ ഡയാബറ്റീസ് ചരിത്രം, അതായത് പാരമ്പര്യമായിട്ടുള്ള ഡയാബറ്റീസ് ഉണ്ടായിരുന്ന ആൾക്കാർ, അങ്ങനെ ഉള്ളതാണ്. പിന്നെ 45 വയസ്സിന് മുകളിൽ ഇന്ത്യക്കാരിൽ ആണ് ഇത് കൂടുതൽ ഷുഗർ ഉള്ളതെന്നാണ് പറയുന്നത്. അധിക ക്ഷീണം, അസഹിഷ്ണുത, പിന്നെ PCOS ചരിത്രം. അപ്പോൾ ഇതാണ് പ്രീ ഡയബറ്റീസ് വരാനായിട്ടുള്ള കാരണങ്ങൾ. എന്ത് ചെയ്യണം? ദിവസവും വ്യായാമം ചെയ്യുക, പഞ്ചസാരയും ജങ്ക് ഫുഡും കുറയ്ക്കുക, ശരീരഭാരം നിയന്ത്രിക്കുക, റെഗുലറായിട്ട് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുക, ഫൈബർ
പ്രോട്ടീനുള്ള ഭക്ഷണം കൂടുതൽ ഉൾപ്പെടുത്തുക. അപ്പം അറിയാമല്ലോ, ഫൈബർ കൂടുതലുള്ളത് നമ്മുടെ പ്രൊഡക്റ്റിൽ ഏതിനകത്തൊക്കെയാണെന്ന് അറിയാമല്ലോ. അപ്പം അത് നോക്കിയിട്ട് ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്തോളണം. നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിലിൽ ഫൈബർ കൂടുതലുണ്ട്. പ്രോട്ടീൻ പൗഡർ, കുറേ പ്രോട്ടീൻ പൗഡർ നമ്മൾ പരിചയപ്പെടുത്തിയില്ലേ, അത് ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, പ്രധാന ഘടകങ്ങൾ ഇതിനകത്ത് ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ ഉണ്ട്, കറുവപ്പട്ടയുണ്ട്, ഗാർണിയ കംബൂജിയ. എന്താ സാധനം എന്നറിയോ? ഇംഗ്ലീഷ് വാക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. വേറെ ഒന്നുമല്ല, കുടംപുളി ഇല്ലേ, ആ കുടംപുളിയാണ് ആ മുറിച്ച് വെച്ചേക്കണ പച്ച കുടംപുളി. അതൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണത് കേട്ടോ. ഗാർസിനിയ കാംബോജിയ, അങ്ങനെ എന്താ പേര്. ഞാൻ ഇംഗ്ലീഷിൽ വിദ്യാഭ്യാസം കുറവാണ് എനിക്ക്, വലിയ പിടിയൊന്നുമില്ല. മലയാളം മാത്രമേ എനിക്ക് അറിയാവൂ. അതുകൊണ്ടാണ് ഞാനിത് മലയാളത്തിലാക്കിയത് കേട്ടോ. ഇംഗ്ലീഷിൽ വിവരമില്ലാത്തവനാണ്, അതുകൊണ്ട് കുറച്ചൊക്കെ വായിക്കാൻ അറിയാവൂ. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. 10ാം ക്ലാസ്സും ITI മാത്രമേ ഉള്ളൂ. പ്രീ ഡിഗ്രിക്ക് 1 വർഷം പോയുള്ളൂ. അതുകൊണ്ട് ഇംഗ്ലീഷിന് അത്ര വിദ്യാഭ്യാസമുള്ളൂ. അതുകൊണ്ട് മുഴുവൻ ഇംഗ്ലീഷൊന്നും വായിക്കാൻ അറിഞ്ഞില്ല. മലയാളത്തിലുള്ളതാണ് മാക്സിമം ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഇംഗ്ലീഷിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഇതിനകത്ത് പ്രധാന ഘടകങ്ങൾ ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ, 2 കറുവപ്പട്ട, പിന്നെ കുടംപുളി. ഓക്കെ, എങ്ങനെ ഉപയോഗിക്കാം? രാവിലെ വെറും വയറ്റിൽ ഇത് കഴിക്കാം. അതായത് ഒരു ടാബ്ലറ്റ് എടുക്കണം. പിന്നെ ഒരു കോളേജ് ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ട് അത് കുടിക്കുക. ഷെയ്ക്ക് തയ്യാറാക്കുന്ന വിധം പാലോ നല്ല ഈ ശുദ്ധമായ പാലൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് മിക്സ് ചെയ്ത് ചേർത്തുണ്ടാക്കാം കേട്ടോ. എത്ര ദിവസം ഉപയോഗിക്കണം? അതായത് 140 mg/dl താഴെയാകുന്നത് വരെ ദിവസേന തുടരാം. രാവിലെ വെറും വയറ്റിലാണ് കേട്ടോ ഇതൊക്കെ കഴിക്കേണ്ടത്. അതിനകത്തൊരു ക്യാപ്സൂളുണ്ട്, ഒരു ഗുളികയുണ്ട്. അപ്പോൾ ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ട് ആ ഗുളിക വിഴുങ്ങുകയാണോ ചവച്ചാണോ കഴിക്കണമെന്നുള്ളത് നമ്മുടെ ജെൻസി മാഡത്തിനടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എന്തായാലും അത് വയറ്റിനകത്തേക്ക് ചെല്ലണം, എന്നാൽ മാത്രമേ ഇത് ഷുഗർ നോർമൽ ആവുള്ളൂ കേട്ടോ. 140 mg/dl താഴെയാകുന്നത് വരെ നമ്മളിത് മുടങ്ങാതെ കഴിക്കണം കേട്ടോ. അടുത്തതാണ് ന്യൂട്രിചാർജ് S&F കേട്ടോ. അതിൽ ഈ S&F എന്ന് പറഞ്ഞാൽ സ്ലിം ആൻഡ് ഫിറ്റ് എന്ന് പറയും. അതായത് നമ്മൾ അമിത വണ്ണമുള്ളവർക്ക് വണ്ണം കുറയ്ക്കാനായിട്ടുള്ള ഒരു ന്യൂട്രീഷൻ ഫുഡാണ്. ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും വണ്ണം നിയന്ത്രിക്കാനും സഹായിക്കും. അതായത് ബോഡി ഫാറ്റ് 7.6% വരെ കുറയും. അതുപോലെ 4 ഇഞ്ച് വരെ വണ്ണം കുറയും എന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം എങ്ങനെ കഴിക്കാം. ഒരു സാഷെ എടുത്തിട്ട് 200 ml വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ല ഷെയ്ക്ക് രൂപത്തിലാക്കിയിട്ട് അത് നമ്മൾ വൈകിട്ട് ഒരു 5 മണി തൊട്ട് 7 മണി വരെയുള്ള ഗ്യാപ്പിലാണ് ഇത് കഴിക്കേണ്ടത് കേട്ടോ. നമ്മൾ ഫുഡിന് പകരം ഇത് കഴിച്ചാൽ മതി. ദിവസം ഏകദേശം 1500 കലോറി ഡയറ്റുള്ളവർക്ക് വരെ ഇത് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എക്സർസൈസ് ചെയ്യണം കേട്ടോ. ഒരു വീട്ടിൽ സ്റ്റെപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പിൽ കുറേ നേരം കയറി ഇറങ്ങി നടക്കണം. കൂടുതൽ വെള്ളം കുടിക്കണം. ഇത് ആർക്കൊക്കെ കഴിക്കാം? ഇപ്പം നമുക്ക് ഈ വെറുതെ ഇരുന്ന് ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, വിശ്രമാവസ്ഥയിലിരിക്കുന്നവരൊക്കെ. അപ്പോൾ അവർക്കൊക്കെ കഴിക്കാം. പിന്നെ ബോഡി ഫാറ്റ് കൂടുതലുള്ളവർക്ക് കഴിക്കാം. പിന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാം. പിന്നെ മീൽ സ്കിപ്പ് ചെയ്യാതെ കലോറി കൃത്യമായിട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാം. പ്രോട്ടീൻ സപ്പോർട്ട് ആവശ്യമുള്ളവർക്ക് കഴിക്കാം. ഭാരം കുറയ്ക്കാൻ, വയറ് കുറയ്ക്കാൻ, ആരോഗ്യം മെച്ചപ്പെടുത്താൻ ദൈനംദിന പോഷണമാണിത് കേട്ടോ. ഈ നമ്മുടെ സ്ലിം ആൻഡ് ഫിറ്റ്
ന്യൂട്രിറ്റാർജ് സ്ലിം ആൻഡ് ഫിറ്റ് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന നാച്ചുറൽ ഇതാണ്. ഇതിനകത്തും അടങ്ങിയിരിക്കുന്നത് സീബത്തോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം അടങ്ങിയിട്ടുണ്ട്. പിന്നെ സോയ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ CLA എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം അടങ്ങിയിട്ടുണ്ട്. പിന്നെ വേ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തും കുടംപുളി അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തും കുടംപുളി അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫൈബർ അടങ്ങിയിട്ടുണ്ട്, ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത്രയും സാധനം നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെ ഭക്ഷണമൊന്നും നമ്മൾ കഴിക്കേണ്ട കാര്യമില്ല. ഇത് കഴിക്കുക, പറഞ്ഞ പോലെ എക്സർസൈസ് ഒക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയുള്ള ക്ലാസ് നമ്മൾ എവിടം വരെ പഠിച്ചു? SANDF വരെ നമ്മൾ പഠിച്ചു.